Hello all, welcome to Concepts. അപ്പോൾ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാംസ് എല്ലാം എല്ലാവരും എഴുതി കാണും. എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ വീഡിയോൻ്റെ അണ്ടറിൽ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആൻസർ കീ എക്സാം കഴിഞ്ഞതിൻ്റെ അന്ന് തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ കയറുമ്പോൾ തന്നെ അതിൻ്റെ നമ്മുടെ ഫ്രണ്ട് സ്ക്രീനിൽ കാണാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ അണ്ടറിൽ കമൻ്റായിട്ട് പിൻ ചെയ്തേക്കാം. അപ്പോൾ PDF ആയിട്ട് നോട്ട്സൊക്കെ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. സോ ടെലിഗ്രാം ചാനലും ഈ ഒരു വീഡിയോ കാണുന്നവരൊക്കെ ടെലിഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് PDF ഒക്കെ കിട്ടുള്ളൂ. ഓക്കെ, സോ അപ്പോൾ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റിൻ്റെ സിലബസ് അല്ല സോറി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നമ്മുടെ ഡെമോൺസ്ട്രേറ്ററിന് എക്സാമിനൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും. ഇതിൽ നിന്ന് മീൻസ് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഇത് ഏത് ഒരു ഡിപ്ലോമ ലെവൽ എക്സാമിനും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻസ് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? സെമി കണ്ടക്ടർ ഹാസ് ഡാഷ് വാലൻസ് ഇലക്ട്രോൺ. എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എത്ര വാലൻസ് ഉണ്ട് ഇലക്ട്രോൺ ഉണ്ട് സെമി കണ്ടക്ടറിന്? സിലിക്കൺ, ജെർമേനിയം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. ആദ്യം നമ്മുടെ PN ജംഗ്ഷൻ തിയറി പഠിക്കുന്ന ഫസ്റ്റ് ബേസിക്സ് ആണ്. സെമി കണ്ടക്ടർ ഹാസ് 4 വാലൻസ് ഇലക്ട്രോൺ. അപ്പോൾ ഓപ്ഷൻ എന്താണ് റൈറ്റ് ഓപ്ഷൻ ആയിട്ട് വരിക? ഓപ്ഷൻ സി ആണ്, 4 വാലൻസ് ഇലക്ട്രോൺ. ഓക്കെ, നെക്സ്റ്റ് ഇസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. In a dash, the energy gap between the conduction band and valence band of a substance is of the order of 0.7 electron volt. നമുക്കറിയാം കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഒക്കെ പഠിച്ചതാണ്. കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 0.7 ഇലക്ട്രോൺ വോൾട്ട് ആണ്. എന്തിനാണ് 0.7 ഇലക്ട്രോൺ വോൾട്ട് ഉള്ളത്? നമ്മുടെ സിലിക്കൺ ഡയോഡിനാണ് അല്ലേ 0.7 ഇലക്ട്രോൺ വോൾട്ട് വരുന്നത്. അപ്പോൾ അത് ഏതാണ്? അതൊരു സെമി കണ്ടക്ടർ ആണ്. ഓപ്ഷൻ ബി സെമി കണ്ടക്ടർ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇതൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ന് പറയുന്നത് ഇൻ എ സെനർ റെഗുലേറ്റർ ചേഞ്ച് ഇൻ ലോഡ് കറണ്ട് പ്രൊഡ്യൂസസ് ചേഞ്ച് ഇൻ. അപ്പോൾ സെനർ റെഗുലേറ്റർ അറിയാം നമുക്ക്, വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. അതായത് നമ്മൾ കൊടുക്കുന്ന ആ സെനർ റെഗുലേറ്ററിൻ്റെ സർക്യൂട്ടൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. റിവേഴ്സ് ബയാസ്ഡിലാണ് സെനർ ഡയോഡ് വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന കറണ്ട്, ലോഡ് കറണ്ട് വേരി ചെയ്യുന്നത് എവിടോട്ടായിരിക്കും അതിൻ്റെ ആ ഒരു റെഗുലേഷൻ പോകുന്നത്? സെനർ കറണ്ടിനായിരിക്കും വേരിയേഷൻ ഉണ്ടാവുക. ഒരിക്കലും സെനർ വോൾട്ടേജിന് വേരിയേഷൻ ഉണ്ടാവില്ല അല്ലേ? കാരണം സെനർ റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് മാക്സിമം എഫിഷ്യൻസി ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹാഫ് വേവ് റെക്ടിഫയറിന്റെ മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുന്നത് 40.6 ആണ് അല്ലേ? ഫുൾ വേവ് റെക്ടിഫയർ ആയിരുന്നെങ്കിൽ അത് 81.2 ആണ്. സെൻട്രൽ ടാപ്പിനും ബ്രിഡ്ജിനും എഫിഷ്യൻസി എന്ന് പറയുന്നത് 81.2% ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5. സെൻറ്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ കൺസിസ്റ്റ് ഓഫ് ഡാഷ് ഡയോഡ്സ്. എത്ര ഡയോഡ്സ് ഉണ്ട് ഒരു സെൻറ്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയറിന്? 2 ഡയോഡ്സ് ആണുള്ളത് അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നമ്മുടെ ബ്രിഡ്ജ് റെക്ടിഫയർ ആണെങ്കിൽ 4 ഡയോഡ്സും ഹാഫ് വേവ് റെക്ടിഫയർ ആണെങ്കിൽ 1 ഡയോഡും ആയിരിക്കും. സിക്സ്ത് ക്വസ്റ്റ്യൻ പറയുമ്പോൾ വാട്ട് ഈസ് ദി ടൈപ്പ് ഓഫ് ദി ഫിൽറ്റർ ഷോൺ ഇൻ ദി ഫിഗർ? ഈ ഒരു ഫിഗറിൽ ചോദിച്ചേക്കുന്നത് ഏത് ടൈപ്പ് ഫിൽറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ അറിയാം? ഇത് കാണുമ്പോൾ തന്നെ ഐഡന്റിഫൈ ചെയ്യേണ്ടതാണ്. ഇതൊരു ലോ പാസ് ഫിൽറ്റർ ആണ്. ഇനി അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് നമുക്കറിയാം കപ്പാസിറ്റർ ആണ് കൊടുത്തേക്കുന്നത്. കപ്പാസിറ്ററിൻ്റെ എന്താ ഫോർമുല, ഇമ്പിഡൻസിൻ്റെ ഫോർമുല 1/XC ആണ്. ദാറ്റ് ഇസ് 1/2πfc ആണ് അല്ലേ? അതായത് ഫ്രീക്വൻസി ആയിട്ടുള്ള 1/XC അല്ല, XC ഈസ് ഈക്വൽ ടു 1/2πfc ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി ആയിട്ടുള്ള റിലേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോർമുല എഴുതിയത്. അപ്പോൾ ഫ്രീക്വൻസി ലോ ഫ്രീക്വൻസി ആകുമ്പോൾ XC എന്ന് പറയുന്ന ഇമ്പിഡൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കിട്ടുക? വളരെ വലിയ ഇമ്പിഡൻസ് ആയിരിക്കും അല്ലേ? അതായത് നമ്മുടെ XC എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണ്. അപ്പോൾ കുഞ്ഞു ഫ്രീക്വൻസി അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസി ആകുമ്പോൾ XC എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ ഹൈ ആയിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു ഇമ്പിഡൻസ്, ഇവിടെ ഓഫർ ചെയ്യുന്ന ഇമ്പിഡൻസ് എന്ന് പറയുമ്പോൾ വളരെ വലുതാണ്. ഹൈ ഇമ്പിഡൻസ് ആയിരിക്കും ഓഫർ ചെയ്യുക അല്ലേ? അപ്പോൾ ഹൈ ഇമ്പിഡൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് എല്ലാം ഈ ഒരു ലോഡിന് അക്രോസ് ആയിട്ട് നമുക്ക് കിട്ടും. അതായത് നമുക്ക് ഔട്ട്പുട്ട് ലോ ഫ്രീക്വൻസി ആണെങ്കിൽ ഔട്ട്പുട്ട് അവൈലബിൾ ആയിരിക്കും, നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാകും. ഓക്കെ, ലോ ഫ്രീക്വൻസിയുടെ കേസിൽ. ഇനി ഹൈ ഫ്രീക്വൻസിയുടെ കേസ് നോക്കാം. വളരെ ഹൈ ഫ്രീക്വൻസി ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇമ്പിഡൻസ് വളരെ ലോ ആയിരിക്കും. അതായത് ഈ ഒരു സർക്യൂട്ട് നമുക്ക് വേണമെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കറണ്ട് ഫുള്ളായിട്ട് നമ്മുടെ ഗ്രൗണ്ട്
ലോഡിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇമ്പിഡൻസിലേക്ക് ത്രൂ ഒഴുകി പോകും. അപ്പോൾ നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടില്ല അല്ലേ. ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ആയിട്ട് വർക്ക് ചെയ്യും. സോ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അതായത് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്, ലോ ഫ്രീക്വൻസി കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് അവൈലബിൾ ആയിരിക്കും, അതുപോലെ ഹൈ ഫ്രീക്വൻസി കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് അവൈലബിൾ ആയിരിക്കില്ല. അതിന്റെ മീനിങ് പറയുമ്പോൾ അതൊരു ലോ പാസ് ഫിൽറ്റർ ആണ്. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7. ഇൻ എ ട്രാൻസിസ്റ്റർ there are എത്ര ഡിപ്ലീഷൻ റീജിയൻ ഉണ്ട്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ NPN അല്ലെങ്കിൽ PNP ആയിരിക്കും. നമുക്കറിയാം. നമുക്കിതൊന്നും ജസ്റ്റ് ഒന്ന് PNP എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, 3 രണ്ട് ജംഗ്ഷൻ ആണ് വരിക അല്ലേ. ഒരു PN ജംഗ്ഷൻ, 2 PN ജംഗ്ഷൻ ആണ് വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. If the value of alpha in a transistor is 0.9, ആൽഫയുടെ വാല്യൂ 0.9 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബീറ്റ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ബീറ്റയുടെ ഫോർമുല എന്താണ്? ആൽഫ തന്നിട്ടുണ്ടെങ്കിൽ ബീറ്റയുടെ ഫോർമുല ബീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫ ആണ്. അപ്പോൾ ആൽഫ നമുക്കറിയാം 0.9 ആണെന്ന്. അപ്പോൾ 0.9 ബൈ എന്താ കിട്ടുക, 6 അല്ല കേട്ടോ, 0.9 ആണ്. 0.9 ബൈ 1 മൈനസ് 0.9 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 0.1 കിട്ടും അല്ലേ. അതായത് 9 ബൈ 1 വിച്ച് ഇസ് ഈക്വൽ ടു 9 ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നമ്മുടെ PSCയുടെ കീഴിൽ 90 ആണ് കൊടുത്തേക്കുന്നത്, അത് റോങ് ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9 എന്ന് പറയുമ്പോൾ where should be the bias point set in order to make the transistor work as an amplifier? ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എവിടെയായിരിക്കണം ബയസ് പോയിന്റ് സെറ്റ് ചെയ്യേണ്ടത്? നമ്മുടെ ആക്റ്റീവ് റീജിയനിലായിരിക്കണം. എക്സാക്ട് പോയിന്റ് പറയുവാണെങ്കിൽ നമ്മൾ ക്യൂ പോയിന്റ് ഒക്കെ വരച്ച് പഠിച്ചതാണല്ലോ. അപ്പോൾ എവിടെയാണ് വരേണ്ടത്? ശരിക്കും എക്സാക്ട് റീജിയൻ പറയുവാണെങ്കിൽ ഏകദേശം സെൻറ്റർ പോർഷൻ ഓഫ് ദി DC ലോഡ് ലൈനിലാണ് വരേണ്ടത്. അതായത് ആക്റ്റീവ് റീജിയനിലാണ് ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 10 എന്ന് പറയുമ്പോൾ എമിറ്റർ ഫോളോവർ ഈസ് യൂസ്ഡ് ഫോർ. നമുക്കറിയാം എമിറ്റർ ഫോളോവർ എന്ന് പറയുമ്പോൾ വളരെ ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസും അതുപോലെ തന്നെ ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസും ഉള്ള ഒരു കോമൺ കളക്ടർ ആംപ്ലിഫയർ ആണ്. സോ ഓപ്ഷൻ സി ഇമ്പിഡൻസ് മാച്ചിങ്ങിന് വേണ്ടിയാണ് നമ്മൾ എമിറ്റർ ഫോളോവർ യൂസ് ചെയ്യുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11. Which among the following does not belong to the category of LC oscillator? LC oscillator എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? നമ്മുടെ ഹാർട്ട്ലി ഓസിലേറ്റർ എന്ന് പറയുമ്പോൾ 2 ഇൻഡക്ടറും ഒരു കപ്പാസിറ്ററും വന്നിട്ടുള്ള ഒരു സർക്യൂട്ടാണ് നമ്മുടെ ഹാർട്ട്ലി ഓസിലേറ്റർ. അതൊരു LC ഓസിലേറ്റർ തന്നെയാണ്. കോൾപിറ്റ് ഓസിലേറ്ററും LC ആണ്. 2 കപ്പാസിറ്ററും ഒരു ഇൻഡക്ടറും വെച്ചിട്ടുള്ള ഒരു സർക്യൂട്ടാണ്, ഫീഡ്ബാക്ക് സർക്യൂട്ടാണ് കോൾപിറ്റിൽ വരുന്നത് അല്ലേ. അപ്പോൾ ഇത് രണ്ടും LC ഓസിലേറ്റർ ആണ്. എന്നാൽ ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റർ ക്രിസ്റ്റൽ സ്ട്രക്ചറിന്റെ പീസോ ഇലക്ട്രിക് ഇഫക്റ്റ് കാരണമാണ് അത് വർക്ക് ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി ആണ് റൈറ്റ് ഓപ്ഷൻ. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 12. ദി ചാനൽ ഓഫ് എ JFET ഈസ് ബിറ്റ്വീൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. JFET 3 ടെർമിനൽ ഉള്ളതാണ്. ഒന്ന് ഗേറ്റ്, ഡ്രെയിൻ, സോഴ്സ് എന്ന് പറഞ്ഞ് 3 ടെർമിനലുള്ള ഒരു ഡിവൈസ് ആണ് JFET എന്ന ജംഗ്ഷൻ ഫീൽഡ് ഇഫക്റ്റ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും എവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്? സോറി, അതിന്റെ ചാനൽ എങ്ങനെയാണെന്ന് പറയുന്നത് അല്ലേ. ചാനൽ എങ്ങനെയായിരിക്കും നമുക്കറിയാം. JFET എന്ന് പറയുമ്പോൾ ഒരു ഗേറ്റ് ഉണ്ടാവും അല്ലേ. ഗേറ്റ് എന്ന് പറയുമ്പോൾ കൺട്രോൾ ആണ്. ഡ്രെയിൻ ഉണ്ടാവും, പിന്നെ സോഴ്സ് ഉണ്ടാവും അല്ലേ. ഈ സോഴ്സിന്റെയും ഡ്രെയിനിന്റെയും ഇടയിലാണ് ചാനൽ റീജിയൻ ഉണ്ടാവുക. സോ ഓപ്ഷൻ ഈസ് ഡ്രെയിൻ ആൻഡ് സോഴ്സ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13. ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. MOSFET is a unipolar voltage control 2 terminal device ആണ്. MOSFET ഒരു യൂണിപോളാർ ഡിവൈസ് ആണെന്ന് അറിയാം, വോൾട്ടേജ് കൺട്രോൾ ആണെന്നും അറിയാം. പക്ഷെ 2 ടെർമിനൽ ആണോ? അല്ല, ഇറ്റ് ഈസ് 3 ടെർമിനൽ ഡിവൈസ് ആണ്. നമ്മൾ നേരത്തെ JFETന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ MOSFETന് ഒരു ഡ്രെയിൻ, സോഴ്സ് ആൻഡ് ഗേറ്റ് 3 ടെർമിനൽസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു 3 ടെർമിനൽ ഡിവൈസ് ആണ്. അപ്പോൾ റൈറ്റ് ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ സി ആണ്. ഇറ്റ് ഈസ് എ യൂണിപോളാർ വോൾട്ടേജ് കൺട്രോൾ ആൻഡ് 3 ടെർമിനൽ ഡിവൈസ്. കറണ്ട് കൺട്രോൾ അല്ല, BJT ആണ് കറണ്ട് കൺട്രോൾ ഡിവൈസ്. MOSFET വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് ആണ്. സോ വാട്ട് ആർ ദി വർക്കിംഗ് റീജിയൻ ഓഫ് എ യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ? 14th ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദി വർക്കിംഗ് റീജിയൻ ഓഫ് എ യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ? യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ് റീജിയൻ എന്ന് പറയുന്നത് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനിൽ വർക്ക് ചെയ്യുന്ന ഒരു ട്രാൻസിസ്റ്റർ ആണ് UJT എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 15. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് are optoelectronic devices? Optoelectronic devices ഏതൊക്കെയാണ്? ഫോട്ടോ ഡയോഡ്സ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ്, സോളാർ സെൽസ്. ഇതെല്ലാം ഒപ്റ്റോഇലക്ട്രോണിക് ഡിവൈസ് ആണ്. ലൈറ്റിന്റെ പ്രോപ്പർട്ടി കാരണം വർക്ക് ചെയ്യുന്ന ഡിവൈസ് ആണ് ഇത് മൂന്നും. സോ ഓപ്ഷൻ ഡി all the above ആണ് റൈറ്റ് ആൻസർ വരിക. An optocoupler provides dash between input and output.
എപ്പോഴും ഒപ്റ്റോ കപ്ലർ എന്ന് പറയുന്നത് എന്തിനാണ്? ഒരു സ്ഥലത്തിൽ നിന്ന് കിട്ടുന്ന ലൈറ്റ് എനർജീനെ നമ്മൾ കപ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യാനോ വേണ്ടിയിട്ടാണ് നമ്മൾ ഒപ്റ്റോ കപ്ലർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഐസൊലേഷൻ ആണ്. കാരണം ബാക്കിയുള്ള ഒന്നും വരില്ല, ഇൻഡക്ഷൻ വരില്ല, ആംപ്ലിഫിക്കേഷനോ ഓസിലേഷനോ ഒന്നുമല്ല, ഐസൊലേഷൻ ആണ്. ഒന്നുകിൽ നമുക്ക് കപ്പിൾ ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് കൊടുക്കാൻ പറ്റും ഒപ്റ്റോ കപ്ലർ വെച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് അതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ റൈറ്റ് ഓപ്ഷൻ ആയിട്ട് വരിക ഐസൊലേഷൻ ആണ്. Question number 17. Clamping is the process of introducing an or a. അപ്പോൾ ക്ലാമ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാമ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഡി സി സിഗ്നൽ, നമ്മുടെ എ സി സിഗ്നലിന് ഒരു ഡി സി സിഗ്നൽ കൊടുത്ത് അതിനെ ആ ലെവൽ ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ക്ലാമ്പിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഡി സി സിഗ്നൽ ഒരു എ സി സിഗ്നൽ, ഇതാണ് നമ്മുടെ സിഗ്നൽ എങ്കിൽ നമ്മൾ ക്ലാമ്പിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ സിഗ്നൽ മുകളിലേക്ക് അല്ലെങ്കിൽ ഒരു ഡി സി ലെവൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഏതാ വരിക? ഡി സി ലെവൽ ടു ആൻ എ സി സിഗ്നൽ. ഓപ്ഷൻ ഡി സി ലെവൽ, ഓപ്ഷൻ ഡി ആണ്, ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക, ഓപ്ഷൻ ഡി അല്ല. ഒരു ഡി സി ലെവൽ ടു ആൻ എ സി സിഗ്നൽ, ഒരു എ സി സിഗ്നലിന് ഡി സി ലെവൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ക്ലാമ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ, അടുത്തത് സ്ക്വയർ വേവ് ഓസിലേറ്റർ ഈസ് എ ഓർ ആൻ മൾട്ടി വൈബ്രേറ്റർ ഡാഷ് മൾട്ടി വൈബ്രേറ്റർ. ഏത് മൾട്ടി വൈബ്രേറ്റർ ആണ് സ്ക്വയർ വേവ് ഓസിലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുക? അത് എസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണ് സ്ക്വയർ വേവ് ഓസിലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. മോണോസ്റ്റേബിൾ ആകുമ്പോഴത്തേക്ക് ഒരു സ്റ്റേറ്റ് സ്റ്റേബിൾ ആണ്, ബൈസ്റ്റേബിൾ ആകുമ്പോൾ രണ്ട് സ്റ്റേറ്റും സ്റ്റേബിൾ ആണ്. അസ്റ്റേബിൾ ആകുമ്പോൾ മാത്രമേ അത് ഓസിലേറ്റ് ചെയ്ത് ഒരു ഓസിലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് എസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണ്. ഒരു സ്റ്റേറ്റും സ്റ്റേബിൾ അല്ല. ഓക്കെ, അടുത്ത question number 19. The op-amp can amplify. Option A, DC signals only. Option B, AC signals only. Option C, both DC and AC signals. None of the above. അപ്പോൾ op-amp എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ആംപ്ലിഫയർ നമുക്ക് DC സിഗ്നലിനെയും AC സിഗ്നലിനെയും എന്താണ് പ്രോസസ് ചെയ്യാൻ പറ്റും, അതായത് ആംപ്ലിഫൈ ചെയ്യാൻ പറ്റും. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. The common mode voltage gain of an op-amp is. ഒപ്പാമ്പിന്റെ കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ എന്താണെന്ന് ചോദിക്കുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിൻ ആണോ? അല്ല, ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിനേക്കാൾ എപ്പോഴും കുറവായിരിക്കണം കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്ന ഒപ്പാമ്പിന്റെ. ആദ്യം ഇൻട്രൊഡക്ഷൻ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. സോ ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. സ്മോളർ ദാൻ ദി ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിൻ ആണ്. So question number 21. What is the feedback factor of voltage follower circuit? Voltage follower circuit ന്റെ feedback factor യൂണിറ്റി ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അല്ലേ, സീറോ അല്ല. സീറോ എന്ന് പറഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് എന്നാണ് അർത്ഥം. ഫീഡ്ബാക്ക് ഫാക്ടർ സീറോ ആവില്ല. ഇൻഫിനിറ്റി അല്ല, ഓപ്പൺ സർക്യൂട്ടും അല്ല. ഇറ്റ് ഇസ് യൂണിറ്റി എങ്കിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ടിൽ ഇൻപുട്ട് അതേപോലെ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ question number 22. The internal circuitry of a 555 timer consists of an RS flip-flop, transistor switch, an output buffer amplifier and a voltage divider. വേറെ എന്തോ ഒരു സാധനം കൂടെ ഉണ്ട് അല്ലെ. നമ്മൾ 555 ടൈമറിന്റെ ഇൻപുട്ട് ഇന്റേണൽ സർക്യൂട്ടറി പഠിക്കുന്നതാണ് രണ്ട് കമ്പാരേറ്റർ. അതായത് വലിയൊരു ഡയഗ്രാം ഒക്കെ വരച്ചിട്ട് ആ പിന്നിന്റെ ഡയഗ്രാം ഒക്കെ വരച്ചിട്ട് ഇന്റേണൽ സർക്യൂട്ട് പഠിക്കുമ്പോൾ നമ്മൾ രണ്ട് കമ്പാരേറ്റർ വെക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ രണ്ട് കമ്പാരേറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ ഒരു കമ്പാരേറ്റർ അല്ല, രണ്ട് കമ്പാരേറ്റർ ഉണ്ട് ഇന്റേണൽ സർക്യൂട്ടിൽ. പിന്നെ ഒരു RS ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്, ഒരു ട്രാൻസിസ്റ്റർ സ്വിച്ച് ഉണ്ട്, ആൻഡ് ഔട്ട്പുട്ട് ബഫർ ആംപ്ലിഫയർ ആൻഡ് വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ഉണ്ട്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 23. A 7912 regulator IC provides. അപ്പോൾ 7900യും 7800യും ഒക്കെ അറിഞ്ഞിരിക്കണം. 7900 അല്ല, 79XX. അതുപോലെ 78XX ആണെങ്കിൽ 78XX ആണെങ്കിൽ അതൊരു പോസിറ്റീവ് വോൾട്ടേജ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. 79XX ആണെങ്കിൽ അത് നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, നെഗറ്റീവ് വോൾട്ടേജ്. അപ്പോൾ 7912 എന്ന് പറയുമ്പോൾ ഏതാണോ ആ വോൾട്ടേജ് അതാണ് ഈ XX എന്ന് പറയുന്ന ഡിനോട്ട് ചെയ്യുന്നത്. 12 വോൾട്ടേജ് ആണ് കൊടുക്കുന്നത്, അത് നെഗറ്റീവ് ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഫാസ്റ്റസ്റ്റ് എ ടു ഡി കൺവേർട്ടർ ഏതാണ്? എ ടു ഡി ADC അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിലെ ഫാസ്റ്റസ്റ്റ് ഗിവൺ ഫാസ്റ്റസ്റ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും ഫ്ലാഷ് ആണ്. പക്ഷെ ഇവിടെ തന്നേക്കുന്നതിൽ വെച്ച് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി, സക്സസീവ് അപ്രോക്സിമേഷൻ ആണ്. സിംഗിൾ സ്ലോപ്പും ഡുവൽ സ്ലോപ്പും ഒക്കെ സ്ലോവർ ആണ്, കൗണ്ടർ ടൈപ്പിനും സ്ലോവർ ദാൻ. സക്സസീവ് അപ്രോക്സിമേഷൻ ആണ് ഫാസ്റ്റസ്റ്റ് ADC ഗിവൺ ഓപ്ഷൻസിൽ വെച്ചിട്ട്. ഓക്കെ,
So question number 25, what is the advantage of binary weighted, disadvantage of binary weighted DAC? Binary weighted DAC എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് റെസിസ്റ്റർ വേണ്ടതാണ്. ഞാൻ DAC ADCയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. ബൈനറി വെയ്റ്റഡ് DAC എന്ന് പറയുമ്പോൾ നമുക്ക് ബൈനറി വെയിറ്റേജ് കൊടുത്തിട്ട്, അതായത് 2⁻⁴R, അതായത് R, പിന്നെ 2R, 4R, അങ്ങനെയാണ് റെസിസ്റ്റൻസ് പോകുന്നത്. എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് വൈഡ് റേഞ്ച് ഓഫ് റെസിസ്റ്റേഴ്സ് വേണം. അപ്പോൾ അതാണ് അതിന്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ഓപ്ഷൻ ആയിട്ട് വരിക. The phase velocity of a waveguide at cutoff frequency. Cutoff frequencyയിൽ waveguide phase velocity VP എന്ന് പറയുന്നത് it is infinity. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. So next question is 27. For a short circuited lossless line having length less than quarter wavelength will have a input impedance of, it is purely inductive ആയിരിക്കും. ഒരു ഷോർട്ട് സർക്യൂട്ട് ലൈനിന് ലെസ് ദാൻ ക്വാർട്ടർ വേവ് ലെങ്ത് ഉള്ള ഒരു ലൈനിന്റെ ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ പ്യുവർലി ഇൻഡക്റ്റീവ് ആയിരിക്കും. അതൊരു ആന്റിന ആയിട്ട് വർക്ക് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു സർക്യൂട്ട് ആയിരിക്കും. ഓക്കെ, ദി മെയിൻ റീസൺ ഫോർ ഒക്കറിങ് ഓഫ് സ്റ്റാൻഡിങ് വേവ്സ്. സ്റ്റാൻഡിങ് വേവ്സ് ഉണ്ടാകാനുള്ള റീസൺ എന്താണ്? ഇംപിഡൻസ് മിസ്മാച്ച് ആണ് സ്റ്റാൻഡിങ് വേവ്സ് ഉണ്ടാകാനുള്ള റീസൺ. ഇതൊക്കെ വളരെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്രാവശ്യത്തെ ഈ ഒരു എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് എക്സാമിന് അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 1 എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ കൺഫ്യൂസിങ് ആണ്. ചില കൺസെപ്റ്റ്സ് നല്ല ക്ലിയർ ആയിട്ട് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിലും ആ ഒരു എക്സാമിന്റെ ആ ഒരു കൺസ്ട്രെയിനിനുള്ളിൽ നിൽക്കുമ്പോൾ നെഗറ്റീവ് കൂടുതൽ വരാൻ ചാൻസ് ഉള്ള ഒരു പേപ്പർ ആയിരുന്നു. So question number 29, the speakers which cover the frequencies from 16 Hz to 1000 Hz എന്ന് പറയുന്നത് woofers ആണ്. ഓക്കെ, woofers ആണ് 16 Hz മുതൽ 1000 Hz വരെയുള്ള ഫ്രീക്വൻസി കവർ ചെയ്യുന്നത്. ഇനി the ratio of the current, next question 30, ratio of current to voltage, current or voltage ആണ് entering into the network, അതായത് ഇൻപുട്ട് കറണ്ട് അല്ലെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജ് to the current or voltage, okay, corresponding current ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കറണ്ട് IO or VO, ഇങ്ങനെ വരുന്ന റേഷ്യോ എന്താണ്? ഒന്നുകിൽ II by IO അല്ലെങ്കിൽ VI by VO ന്റെ റേഷ്യോ എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആണ്. ഇതിൽ ബാക്കിയെല്ലാം ഇംപിഡൻസ് ആണ് കൊടുത്തേക്കുന്നത്. ഒരിക്കലും ഇംപിഡൻസ് വരില്ല. നിങ്ങൾക്ക് അങ്ങനെ ഇപ്പൊ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആണെന്ന് അറിയില്ല എന്നുള്ള ഒരു കുട്ടിയാണെങ്കിൽ ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കൂ. ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് ആണ്. ഇംപിഡൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും റേഷ്യോ എന്തായിരിക്കണം? വോൾട്ടേജ് ബൈ കറണ്ട് ആയിരിക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് കറസ്പോണ്ടിങ് വോൾട്ടേജ് ഓർ കറണ്ട് ഓർ വോൾട്ടേജ് എൻ്ററിങ് ഇൻ ടു എ നെറ്റ്വർക്ക് ടു ദി കറണ്ട് ഓർ വോൾട്ടേജ് ലീവിങ് ദി നെറ്റ്വർക്ക്. ഇവിടെ കറസ്പോണ്ടിങ് എന്ന് പറഞ്ഞിട്ടില്ല. അതൊരു മിസ്റ്റേക്ക് തന്നെയാണ് ക്വസ്റ്റ്യനിൽ. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് കളയാനും ചാൻസ് ഉണ്ട്. സോ ഇവിടെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വെച്ച് ചോയ്സ് വെച്ച് നമുക്ക് റിമൂവ് ചെയ്തിട്ട് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് ചൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. സോ ക്വസ്റ്റ്യൻ നമ്പർ 31, എ നമ്പർ ഓഫ് ഐഡന്റിക്കൽ parallel antennas arranged along a line perpendicular to the line of array axis and each element fed with current of equal magnitude and same phase is known as, ഓപ്ഷൻ എ ബ്രോഡ് സൈഡ് അറേ ആണ്. നമുക്ക് നോക്കാം. സോ ഒരു എന്താ പറഞ്ഞേക്കുന്ന നമ്പർ ഓഫ് ഐഡന്റിക്കൽ പാരലൽ ആന്റിനാസ്, ഇങ്ങനെ പാരലൽ ആന്റിനാസ് ഐഡന്റിക്കൽ ആണ് അറേഞ്ച് ചെയ്തേക്കുന്നു. അറേഞ്ച് അലോങ് എ ലൈൻ പെർപെൻഡിക്കുലർ ടു ദി ലൈൻ ഓഫ് ദി അറേ ആക്സിസ്. ഇതാണ് അറേ ആക്സിസ് എങ്കിൽ അതിനെ പെർപെൻഡിക്കുലർ ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നു. ആൻഡ് ഈച്ച് എലമെന്റ്, ഓരോ എലമെന്റിനും കറണ്ട് ഫെഡ് ചെയ്തേക്കുന്നു. ഈക്വൽ മാഗ്നിറ്റ്യൂഡും ആണ്, സെയിം ഫേസും ആണ്. അങ്ങനെയുള്ള ഒരു അറേനെ പറയുന്ന പേരാണ് ബ്രോഡ് സൈഡ് അറേ. ഇനി എൻഫയർ അറേ ആണെങ്കിലോ നമ്മുടെ അറേ ആക്സിസിന് ഇങ്ങനെയായിരിക്കും അത് അറേഞ്ച് ചെയ്യുക. ഓക്കെ, പിന്നെ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിലായിരിക്കും ഇവിടെ കറണ്ട് ഫെഡ് ചെയ്യുക. ഓക്കെ, കറണ്ട് ഫെഡ് ചെയ്യുന്നത് സെയിം ഫേസിലല്ല, 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിലായിരിക്കും. ഇനി എൻഫയർ അറേയുടെ ഒരു സ്പെഷ്യൽ കേസാണ് കൊളീനിയർ അറേ എന്ന് പറയുന്നത്. ഇതിലെന്ന് പറയുമ്പോൾ ആന്റിനാസ് അറേഞ്ച് ചെയ്യുന്നത് എൻഡ് ടു എൻഡ് മാനറിലായിരിക്കും. കണ്ടോ, ഫസ്റ്റ് ആന്റിനയുടെ എൻഡ് ടു എൻഡ് മാനറിലായിരിക്കും ആന്റിനാസ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ബ്രോഡ് സൈഡ് അറേ. ഇനി RF amplifier is a super heterodyne receiver is used to, RF amplifier എന്തിനാ യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഇമേജ് ഫ്രീക്വൻസി റിജക്ഷന് വേണ്ടിയിട്ടാണ് RF amplifier യൂസ് ചെയ്യുന്നത്. ഇമേജ് ഫ്രീക്വൻസിയുടെ ഫോമുലയൊക്കെ RF amplifier അല്ലെങ്കിൽ ആംപ്ലിഫയർ പഠിക്കുമ്പോൾ, സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ്. സോ ഇമേജ് ഫ്രീക്വൻസി റിജക്ഷന് വേണ്ടിയിട്ടാണ് RF amplifierൽ യൂസ് ചെയ്യുന്നത്, സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവറിൽ. ഓക്കെ, next question is 33.
In TV circuit, the equalizing pulses are sent during option A horizontal blanking, option B horizontal retrace, option C vertical retrace, and option D vertical blanking ആണ്. So PSC യുടെ കീയിൽ വന്നേക്കുന്ന ഓപ്ഷൻ ബി ആണ്, ഹൊറിസോണ്ടൽ റീട്രേസ് എന്നാണ് വന്നേക്കുന്നത് പ്രൊവിഷണൽ കീയിൽ. പക്ഷെ ശരിക്കുമുള്ള റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഹൊറിസോണ്ടൽ ബ്ലാങ്കിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ക്വസ്റ്റിൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ട്, ഞാനത് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. Option in question number 34, frequencies in UHF range are normally propagated by option A ആണ്, space waves വെച്ചിട്ടാണ് UHF റേഞ്ചിലുള്ള ഫ്രീക്വൻസി ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. Question number 35, an example of multi-band high frequency receiving antenna example ആണ് log periodic antenna. It is a multi-band high frequency receiving antenna ആണ്, log periodic. Next is a pin diode. Pin diode is a pin diode നിങ്ങൾക്കറിയാം എപ്പോഴും മൈക്രോവേവ് സ്വിച്ച് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ഓപ്ഷൻ ആയിട്ട് വരിക. Question number 37, the modulation system which is commonly used in telegraphic communication is frequency shift keying ആണ് telegraphic communication യൂസ് ചെയ്യുന്ന modulation system എന്ന് പറയുന്നത്. Gray code is the code in which is used for parity checks is ASCII code ആണ്, ഓപ്ഷൻ ബി ആണ് കൊടുത്തേക്കുന്ന റൈറ്റ് ആൻസർ ആയിട്ട്. Question number 39, the transmission rate of data in a modem is measured. ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്, ബിറ്റ്സ് പെർ സെക്കൻഡ് ആണ്, എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടാവും. സോ ഓൺ ഓഫ് കീയിങ്ങും വളരെ എളുപ്പമാണ്. ഓൺ ഓഫ് കീയിങ് എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ എ ആണ്, ASK അല്ലേ. ഓൺ ഓഫ് കീയിങ് മെത്തേഡ് ഓഫ് ഡേറ്റ ട്രാൻസ്മിഷൻ ഈസ് അതർവൈസ് നോൺ ആസ് ASK, ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ് ആണ്. Question number 41, the type of microphone used in telephone. Telephone യൂസ് ചെയ്യുന്ന മൈക്രോഫോൺ ഏതാണ്? It is carbon microphone ആണ്, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. The type of noise which is having higher impact at high frequency യിൽ higher impact വരുന്ന noise ഏതാണ്? It is transit time noise ആണ്, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഷോർട്ട് നോയ്സ് എന്ന് പറയുന്നത് ലോ ഫ്രീക്വൻസി നോയ്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 43, which of the following modulation system is the most noise resistant one? ഏതാണ് നോയ്സ് റെസിസ്റ്റന്റ് വൺ? ഓപ്ഷൻ സി ആണ്, പൾസ് കോഡ് മോഡുലേഷൻ ആണ്. The reason of Rayleigh scattering loss in optical fiber is, Rayleigh scattering loss എന്തുകൊണ്ടാണ് വരുന്നത്? It is due to the structural fault in glass ആണ്. Question number 45, quantizing noise ഇതിലാ വരുന്നത്? It occurs in pulse code modulation അല്ലേ, quantization ഒക്കെ വരുന്നത്. ഓപ്ഷൻ സി ആണ്. The main disadvantage of continuous wave Doppler radar, എന്താണ് മെയിൻ ഡിസഡ്വാൻറ്റേജസ്? നമുക്ക് ടാർഗറ്റിന്റെ റേഞ്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല യൂസിങ് കണ്ടിന്യൂസ് വേവ് Doppler radar. Question number 47, the circuit that separate sync pulses from a composite video waveform ഏതായിരിക്കും? ക്ലിപ്പർ ആയിരിക്കും അല്ലേ, ഓപ്ഷൻ ബി ആണ്. Question number 48, optical fibers used for communication purpose are mostly fabricated using, അറിയാലോ സിലിക്ക ആയിരിക്കും, ഫൈബേഴ്സ് അല്ലേ, സിലിക്ക വെച്ചിട്ടാണ് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്. Which of the following expression is true in case of open circuit parameters? ഓപ്പൺ സർക്യൂട്ട് പാരാമീറ്റേഴ്സിന്റെ കേസിൽ ഏതായിരിക്കും ട്രൂ? അപ്പോൾ ഏതായിരിക്കും നോക്കൂ, V1 is equal to Z11 V1 വരുമോ? ഓപ്പൺ സർക്യൂട്ട് പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നുകിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന രീതിയിൽ അറേഞ്ച്മെന്റ് ആണ് വരുന്നത്. ഇതിൽ ഓപ്ഷൻ സി ആണ് അങ്ങനെ കറക്റ്റ് ആയിട്ട് വരുന്നത്. നോക്കൂ, V1 is equal to Z11 I1 അതുപോലെ Z12 I2. നിങ്ങൾ ഇതൊന്ന് ഇപ്പോൾ ഭയങ്കര കൺഫ്യൂസിങ് ആണെങ്കിൽ ഞാൻ ട്രിക്ക് പറഞ്ഞത് ചെയ്യാൻ. നമുക്കറിയാം എപ്പോഴും എന്താ ഈ ഇക്വേഷൻസ് എടുക്കുക, ഓപ്ഷനിൽ നിന്ന് പോവുക, ഇക്വേഷൻ എടുക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ എടുക്കുക, എ എടുത്ത് നോക്കുക, Z11ന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ I2നെ ഓപ്പൺ സർക്യൂട്ട് ആക്കി വെച്ചിട്ട് Z11 എന്ന് പറയുന്നത് V1 by V1 എന്ന് പറയും അല്ലേ. അപ്പോൾ 1 അതാണോ Z11 എന്നൊരു കോൺസ്റ്റന്റ് ആണോ? ഒരിക്കലല്ല, V by I എന്ന് വേണം Z ഇംപിഡൻസിന്റെ ഇക്വേഷൻ വരാം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ അല്ല, നമുക്ക് ക്യാൻസൽ ചെയ്യാം. അടുത്ത ഓപ്ഷൻ ബി എടുക്കുക. ഓപ്ഷൻ ബി എടുക്കുമ്പോൾ Z11 വീണ്ടും കണ്ടുപിടിക്കുക. Z11 എന്ന് പറയുമ്പോൾ ഓപ്പൺ സർക്യൂട്ട് ആണ്, V2 ഓപ്പൺ ആക്കി വെക്കുക. അപ്പോൾ Z11 എന്ന് പറയുമ്പോൾ V1 by I1 കറക്റ്റ് ആയിട്ട് വന്നു അല്ലേ, V1 by I1 കറക്റ്റ് ആണ്, Z11 ആണ് V1 by I1 എന്ന് പറയുന്നത്. ഇനി Z12 നോക്കാം. അടുത്ത Z12 എന്ന് പറയുമ്പോൾ I1നെ ആക്കുക, ഇതിനെ ഓപ്പൺ ആക്കുക, മറ്റത് എടുക്കുക, സോറി. ഓക്കെ, അപ്പോൾ Z12 നോക്കൂ, Z12 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? V1 by V2 ആണ് വരുന്നത് അല്ലേ, V1 by V2 ആണ് Z1. അപ്പോൾ മനസ്സിലായോ, V1 is equal to Z12 into V2 എന്ന് പറയും. അപ്പോൾ Z12 എങ്ങനെ നമ്മൾ എടുക്കുക?
Z12 is equal to V1 by V2 ആണോ? അല്ല, കോൺസ്റ്റന്റ് ആണ് വരിക. അപ്പോൾ അതല്ല. അപ്പോൾ ഓപ്ഷൻ ബി അല്ല റൈറ്റ് ആൻസർ. ഇനി ഓപ്ഷൻ സി എടുക്കുമ്പോൾ നോക്കൂ, Z11 ഞാൻ പറഞ്ഞ മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കുമ്പോൾ V1 by I1 വന്നു. കറക്റ്റ് അല്ലേ? V1 by I1 ആണ് Z11. ഇനി Z12 നോക്കൂ, എടുക്കുമ്പോൾ V1 by I2 വന്നു. കറക്റ്റ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. Question number 50. The A scope displays option A target position and range, target velocity, target position, target range only. അപ്പോൾ A scope display ചെയ്യുന്ന target range മാത്രമാണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ഡി. ഇനി question number 51. According to Kepler's law, the orbit of any smaller body about a larger body is always എന്തായിരിക്കും? elliptical ആയിരിക്കും അല്ലേ? കെപ്ലർ ലോ അതാണ് പറയുന്നത്. Orbit of any smaller body about a larger body is always ellipse. ഈ പെരിജി എന്താണ്? പെരിജി എന്താണ്? പോയിന്റ് സാറ്റലൈറ്റ് ഓർബിറ്റിലുള്ള ഒരു പോയിന്റ് ആണ് which is closest to the center of the earth. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. So next is the inclination of retrograde orbit. പല രീതിയിലുള്ള ഓർബിറ്റ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ നമുക്ക് പിന്നെ കാണാം. ഇപ്പോൾ ഇതിൽ ഓപ്ഷൻ എന്താ വരിക? റിട്രോഗ്രേഡ് ഓർബിറ്റ് എന്ന് പറയുമ്പോൾ 90ക്കും 180ക്കും ഇടയിലുള്ള ആംഗിളുള്ള ഓർബിറ്റിനെ പറയുന്ന പേരാണ് റിട്രോഗ്രേഡ് ഓർബിറ്റ്. ഓക്കെ. Geosynchronous orbit is at a distance of dash above the surface of the earth. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ആണ്. 35,000 36,000 എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ ഈ ഒരു കറക്റ്റ് വാല്യൂ അറിയില്ലെങ്കിലും കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ബാക്കിയുള്ളതെല്ലാം വളരെ വ്യത്യാസമാണ്. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 35,786. ഓക്കെ. Question number 55. The project Iridium is the most important application of project Iridium എന്ന് വെച്ചാൽ low earth orbit satellite ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Apogee and perigee are always exactly opposite to each other. This statement is true അല്ലേ? അപ്പോജിയും പെരിജിയും എപ്പോഴും ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോജി എന്ന് പറയുന്നത് ഏറ്റവും ഫാർദസ്റ്റ് പോയിന്റ് ഇൻ ദി സാറ്റലൈറ്റ് ഓർബിറ്റ് ആണ്. അതുപോലെ പെരിജി എന്ന് പറയുന്നത് നിയറസ്റ്റ് പോയിന്റ് ഇൻ ദി സാറ്റലൈറ്റ് ഓർബിറ്റ് ടു എർത്ത് ആണ് അല്ലേ? So, the basic Cassegrain antenna consists of Cassegrain antenna parts എന്തൊക്കെയാണ്? ഒരു മെയിൻ പാരാബോളോയിഡ് ഉണ്ടാവും, പിന്നെ ഒരു റിഫ്ലക്ടർ ഉണ്ടാവും അല്ലേ? അതെന്താണ്? ഹൈപ്പർബോളോയിഡ് ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി denoting the focal distance of a parabolic reflector P and focal length F ആണെങ്കിൽ then space attenuation factor എന്താണ്? അതിന്റെ ഓപ്ഷൻ റൈറ്റ് ആൻസർ ഡി ആണ്. F by focal length divided by focal distance the whole square ആണ് നമ്മുടെ space attenuation factor എന്ന് പറയുന്നത്. Question number 59. Satellites known as spinners are used to. Spinners യൂസ് ചെയ്യുന്നത് ആറ്റിറ്റ്യൂഡ് കൺട്രോളിന് വേണ്ടിയിട്ടാണ്. ഇനി സ്റ്റേഷൻ കീപ്പിംഗ് ഈസ് ആപ്ലിക്കബിൾ ഫോർ. സ്റ്റേഷൻ കീപ്പിംഗ് എന്തിനാണ്? അതും ഓർബിറ്റ് കൺട്രോളിന് വേണ്ടിയിട്ടാണ് സ്റ്റേഷൻ കീപ്പിംഗ് യൂസ് ചെയ്യുന്നത്. അത് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിന്റെ ഓർബിറ്റ് കൺട്രോളിന് വേണ്ടിയിട്ടാണ് സ്റ്റേഷൻ കീപ്പിംഗ്. നെക്സ്റ്റ് is question number 61. The system which allows the antenna to handle, transmit or receive signal simultaneously. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? സൈമൾട്ടേനിയസ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും പറ്റുന്ന സിസ്റ്റം എന്താണ്? ഡ്യൂപ്ലെക്സർ ആണ്. എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു ക്വസ്റ്റ്യൻ PSCയുടെ ചോയ്സിൽ എ ആണ് പറഞ്ഞേക്കുന്നത് എനിക്ക് ഡൗട്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. What was the first communication satellite placed in geostationary orbit? It is Intelsat 1 ആണ് അല്ലേ? ഇതൊക്കെ നമ്മുടെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള പല വീഡിയോസിലായിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത സമയത്ത് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇനി question number 63. The series of interconnected units which form a single communication channel between transmit and receive antenna in a communication satellite is known as. എന്താണ്? It is transponder ആണ് അല്ലേ? Series of interconnected unit which forms a single communication channel with transmit. ഒരു ട്രാൻസ്പോണ്ടർ എന്ന് പറയുന്നത് അതിന്റെ അതേ ഡെഫിനിഷൻ ആണ് ഈ കൊടുത്തേക്കുന്നത്. So question number 64. The TV system employs a single outdoor unit so that all channels are made available simultaneously at the indoor service is known as CATV അതല്ല കമ്മ്യൂണിറ്റി ആന്റിന ടെലിവിഷൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. The ascending nodes of the orbit in the GPS constellations are separated by 60 degree
and the inclination of each orbit is 55 degree. Option B ആണ് right answer. Okay. Ascending nodes in the angle 60 degree, inclination nodes inclination എന്ന് പറയുന്നത് 55 degree ആയിരിക്കും. ഇനി the passive satellite which cannot generate power of its own and it reflect the incident power. True അല്ല answer? Option A ആണ് right answer. Question number 67. Which coordinate system is used with GPS? Option C, geocentric equatorial coordinate system ആണ് നമ്മുടെ GPS system ആയിട്ട് work ചെയ്യുന്നത്. Question number 68. The effects of eclipse does not affect the operation of geostationary satellite if the satellite longitudes are dash of Earth station. Option D ആണ് west of Earth station ആണ്. Eclipse affect ചെയ്യാത്തത് വെസ്റ്റിൽ ആയിരിക്കുമ്പോഴാണ് കേട്ടോ. And 69. Solar panels in the satellites are arranged in the form of rectangular rectangular solar cells ആണ് solar panel arrange ചെയ്തേക്കുന്നത് നമ്മുടെ satellites to obtain high power. Question number 70. The system which transmit information about the satellite to Earth station and receives command signals from the Earth station is known as TT and C ആണ്. Option B ആണ് right answer ആയിട്ട് വരുന്നത്. Question number 71. The temperature extremes experienced from solar flux and cold background of deep space can be minimized by. എങ്ങനെയാ minimize ചെയ്യുന്നത്? Option A, spinning satellite വെച്ചിട്ടാണ് temperature extremes അതുപോലെ അതായത് solar fluxും cold background അതൊക്കെ minimize ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് spinning satellites. In space transport system is an expendable launch vehicle. Expendable launch vehicle alla space transport system. It is true. It is false and option B ആണ് right answer ആയിട്ട് വരുന്നത്. Which band of frequencies are used for satellite services in MSAT? Option D, L band ആണ് നമ്മുടെ PSC യിലെ ചോയ്സ് ആയിട്ട് കൊടുത്തേക്കുന്നത്. So L band ആണ് ഇതിന്റെ ആൻസർ. ഇതിന്റെ ആൻസറിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. KU band ആണോ L band ആണോ എന്ന്. So L band ആണ് എന്തായാലും PSC യിലെ ചോയ്സിൽ ഇപ്പോൾ വന്നേക്കുന്നത്. So question number 74. In C band, the normal uplink and downlink frequencies are known. C band വളരെ simple question ആണ്. Option C ആണ് 6 GHz 4 GHz അല്ലേ. Question number 75. The condition required for an orbit to be geostationary. എന്താണ് condition? The orbit must be circular ആയിരിക്കും. Geostationary എന്ന് പറയുമ്പോൾ equatorial orbit ആയിരിക്കും. അത് circular ആയിരിക്കും അല്ലേ. The first version of GSM first version യൂസ് ചെയ്യുന്നത് 124 full duplex channel ആണ്. നമ്മൾ GSM പഠിക്കുമ്പോൾ അതിലത്തെ സെന്റൻസ് തന്നെ ഇതാണ്. The first version of GSM uses 124 full duplex channel. So the minimum distance which allows the same frequency to be reused will depend on. എന്താണ്? Option D ആണ് ഇതിൽ വരെ. എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്യും. നമ്പർ ഓഫ് കോ ചാനൽ സെൽസ് ഇൻ ദി വിസിനിറ്റി ഓഫ് ദി സെന്റർ സെൽ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. നമ്പർ ഓഫ് കോ ചാനൽസിനെ ഡിപ്പെൻഡ് ചെയ്യും. ജോഗ്രഫിക് ടെറൈൻ്റെ സൈസിനെ ടൈപ്പിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ആന്റിനയുടെ ഹൈറ്റിനെയും ആന്റിന ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവറിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യും. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ട്രാൻസ്മിഷൻ പവർ ഓഫ് എ സെൽ ഹാസ് ടു ബി ലിമിറ്റഡ് ഇൻ ഓർഡർ ടു. എന്തിനാണ് ട്രാൻസ്മിഷൻ സെല്ലിന്റെ ട്രാൻസ്മിഷൻ പവർ ലിമിറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്? എന്തിനാണ്? ടു അവോയ്ഡ് അച്ചീവ് ഹയർ കപ്പാസിറ്റി, to avoid interference with the next cell using the same frequency, to avoid multipath propagation, none of the above. Option B ആണ് inter cell interference avoid ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്മിഷൻ പവർ നമ്മൾ ലിമിറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. Question number 79. The time over which a call is made within a cell without handoff is called dwell time. Option B ആണ് right answer ആയിട്ട് വരിക. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ മിക്കതും ചോദിച്ചേക്കുന്നത്. So in fast fading, coherence time is fast fading എന്ന് പറയുമ്പോൾ എന്താണ്? coherence time എന്ന് പറഞ്ഞാൽ കുറവാണ്. സിമ്പിൾ പീരീഡിനേക്കാളും coherence time കുറവായിരിക്കുന്നതിനാണ് ഫാസ്റ്റ് ഫേഡിംഗ് എന്ന് പറയുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ സ്ലോ ഫേഡിംഗ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. In FTM, the frequency band overlapping is avoided using. Frequency band overlapping avoid ചെയ്യാൻ നമ്മൾ എന്താ FDM യൂസ് ചെയ്യുന്നത്? ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിൽ യൂസ് ചെയ്യുന്നത് ഗാർഡ് ബാൻഡ് യൂസ് ചെയ്യും അല്ലേ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. In a cell which is the radio channel used for transmission of a call setup, call request and call initiation. എന്താണ്? ഏത് റേഡിയോ ചാനലാണ് ഈ കോൾ സെറ്റപ്പിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? കൺട്രോൾ ചാനലാണ് ഇതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ.
Question number 83, the handoff operation involved. Handoff operation എന്ന് പറയുന്നത് എന്താണ്? Identifying the MSC and call will be connected to the MSC. ആണോ? Handoff എന്ന് പറയുമ്പോഴത്തേക്ക് ബേസ് സ്റ്റേഷൻ ആണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. എന്നിട്ട് ബേസ് സ്റ്റേഷനിലേക്കാണ് ട്രാൻസ്മിഷൻ കോൾ കണക്ട് ചെയ്യുന്നത്. MSC അവിടെ വരുന്നില്ല ഹാൻഡ് ഓഫ് എന്ന് പറയുന്ന പ്രോസസ്സിൽ. ഐഡന്റിഫൈസ് ദി വോയിസ് ചാനൽ ടു ഇൻസ്ട്രക്ട് ദി മൊബൈൽ ടെലിഫോൺ ടു റിംഗ്. അതാണോ ഹാൻഡ് ഓഫ്? അല്ല. Identifying a new base station and reallocating the channels with the new base station. ഇതാണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇനി ഓപ്ഷൻ ഡി എന്താണ്? ഇൻസ്ട്രക്ട് ദി ബേസ് സ്റ്റേഷൻ ടു മൂവ് ദി കോൾ ടു ആൻ അൺയൂസ്ഡ് വോയിസ് ചാനൽ അല്ല. വോയിസ് ചാനലിലൊന്നും വരുന്നില്ല. നമുക്ക് വേറൊരു ബേസ് സ്റ്റേഷനിലേക്ക് കോൾ റീഅലോക്കേറ്റ് ചെയ്യുന്നതിന് പറയുന്ന പ്രോസസ്സാണ് ഹാൻഡ് ഓഫ് എന്ന്. കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് സ്കീം ഈസ് ബേസ്ഡ് ഓൺ. ഓപ്ഷൻ സി സ്പ്രെഡ് സ്പെക്ട്രം ടെക്നോളജി ആണ്. ഇതൊക്കെ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. So question number 85, delay spread is due to multiplat reflection തന്നെയാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 86, which of the following is true in DECT system? DECT എന്ന് പറയുമ്പോൾ എന്താണ്? ഡിജിറ്റൽ എൻഹാൻസ്ഡ് കോഡ്ലെസ് ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അങ്ങനെ എന്തോ ആണ് ഡെക്റ്റിന്റെ ഫുൾ ഫോം പറയുന്നത്. ഡെക്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ദി അബോവ് ആണ് വരുന്നത്. റേഞ്ച് ഇസ് ലിമിറ്റഡ് ടു വളരെ സ്ലോ സ്പീഡിൽ വർക്ക് ചെയ്യുന്ന റേഞ്ച് ഈസ് ലിമിറ്റഡ് ടു 300 മീറ്റർ ഫ്രം ദി ബേസ് സ്റ്റേഷൻ, ക്യാൻ ഹാൻഡിൽ ഹാൻഡ് ഓവർ ദാറ്റ് ആൻഡ് ഇറ്റ് ഈസ് യൂസ് ടു ഡിസൈൻ ടു വർക്ക് അറ്റ് ഹൈ സ്പീഡ് ആൻഡ് ഇറ്റ് വർക്ക്സ് ഇൻ ദി ഫ്രീക്വൻസി റേഞ്ച് ഓഫ് 1880 to 1990 ആണ്. സോ ഡെക്റ്റിനെ കുറിച്ചൊരു വീഡിയോ നമുക്ക് ഇടാം. ഓക്കെ, ഡെക്റ്റ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. Question number 87, the channel capacity may be improved by using. Channel capacity improve ചെയ്യാൻ എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഉള്ളത്? ഓപ്ഷൻ എ സെൽ സ്പ്ലിറ്റിംഗ്, ഹാൻഡ് ഓഫ്, ഫ്രീക്വൻസി ഹോപ്പിംഗ്, ചാനൽ സ്പേസിംഗ്. എങ്ങനെയാണ് ചാനൽ കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യുന്നത്? നമ്മൾ സെൽ സ്പ്ലിറ്റിംഗ് വഴിയാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അല്ലേ. If the bandwidth over which the channel has a constant gain and linear phase response is smaller than the bandwidth of the transmitted signal, the received signal undergoes. ഏത് ടൈപ്പ് ഓഫ് ഫേഡിംഗ് ആണ്? ഇങ്ങനെയാണ് ബാൻഡ്വിഡ്ത്ത്. ചാനലിന്റെ ബാൻഡ്വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ സ്മോളർ ദാൻ ദി ബാൻഡ്വിഡ്ത്ത് ഓഫ് ദി ട്രാൻസ്മിറ്റഡ് സിഗ്നൽ ആണെങ്കിൽ റിസീവർ സിഗ്നൽ ഏത് ടൈപ്പ് ഓഫ് എന്താണ് ഫേഡിംഗ് ഉണ്ടാവും? ഫ്രീക്വൻസി സെലക്റ്റീവ് ഫേഡിംഗ് ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. Question number 89, it is a dash is a dynamic database which stores all important information needed for users currently associated to the MSC. അപ്പോൾ കറൻ്റ്ലി യൂസർ ആ സമയത്തുള്ള യൂസർ എവിടെ ഏത് MSC ആണോ കണക്ട് ചെയ്തേക്കുന്നത് അതിൻ്റെ ഡൈനാമിക് ഡേറ്റാബേസിന് പറയുന്ന പേരാണ് വിസിറ്റർ VLR, അതായത് വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്റർ ആണ്. ഓക്കെ, ഇനി question number 90, in mobile communication the commonly used shape of a cell is hexagon because. എന്തുകൊണ്ടാണ് ഹെക്സഗൺ? ഇതൊക്കെ എല്ലാവർക്കും എഴുതാൻ പറ്റും അല്ലേ. ഫ്യൂവർ നമ്പർ ഓഫ് സെൽസ് ആണ് വേണ്ടത്. ശരിയാണ്. ഓപ്ഷൻ ബി പ്രൊവൈഡ്സ് മാക്സിമം പ്രോസസിംഗ് ഡെൻസിറ്റി ദാൻ എനി അതർ ജോമെട്രിക്കൽ ഷേപ്പ്. കറക്റ്റ് ആണ്. ഇറ്റ് ലീവ്സ് നോ അൺകവേർഡ് ഏരിയ. അതും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. Question number 91, which of the following multiple access scheme is used using soft handover? ഏതാണ്? CDMA ആണ് soft handover. Operation subsystem GSM has OMC, AUC and EIR. ഇതിൽ EIR ന്റെ ഫുൾ ഫോം എന്താണ്? എക്യുപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്റർ ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 93, crosstalk from two different radio transmitters using the same channel may result in. Crosstalk എന്ന് പറയുമ്പോൾ എന്താണ്? സെയിം ചാനൽസ് യൂസ് ചെയ്യുന്നത് തമ്മിൽ അത് കാരണമുള്ള ക്രോസ് ടോക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് കോ ചാനൽ ഇന്റർഫറൻസ് ആണ് അല്ലെ. സെയിം ഫ്രീക്വൻസി യൂസ് ചെയ്യുന്ന സെൽസിന് പറയുന്ന പേരാണ് കോ ചാനൽ സെൽസ്. Question number 94, dash resolves the problem of limited radio spectrum. Limited radio spectrum യൂസ് ചെയ്യുന്ന ഓക്കെ, ഡാഷ് റിസോൾവ്സ് ദി പ്രോബ്ലം ഓഫ് ലിമിറ്റഡ് റേഡിയോ സ്പെക്ട്രം. ലിമിറ്റഡ് റേഡിയോ സ്പെക്ട്രത്തിന്റെ പ്രോബ്ലം കുറയ്ക്കുന്നത് ഇതിൽ ഏതാണെന്നാണ് പറയുന്നത്? ഹാൻഡ് ഓവർ, സെൽ സ്പ്ലിറ്റിംഗ്, ഫ്രീക്വൻസി ഹോപ്പിംഗ്, മാക് എന്നാണ്. സെൽ സ്പ്ലിറ്റിംഗ് ആണ് റൈറ്റ് ആൻസർ. പക്ഷെ PSCയുടെ ഓപ്ഷനിൽ എ ആണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ കാര്യം ഞാൻ നമ്മുടെ ഫൈനൽ കീ വന്നതിന് ശേഷം ഇതിന്റെ ഡൗട്ട് ഉള്ള ക്വസ്റ്റ്യൻസിന്റെ കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. So the statistical measure of the range of frequency over which the channel can be considered flat is known as coherence bandwidth ആണ് അല്ലേ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. coherence bandwidth ആണ് the range of frequency over which the channel can be considered flat. So next is 96, in a GSM system identify the function of MSC. MSC യുടെ ഫംഗ്ഷൻ എന്താണ്?
takes care of handoff from one BTS to other. MSC stores dynamic information of while logged into GSM, coordinates all the activities of base station and connects the entire cellular system to PSTN. So option D ആണ് റൈറ്റ് ആൻസർ ആയിട്ട് നമ്മുടെ PSC കൊടുത്തേക്കുന്നത്. സോ MSC എന്തായാലും BTSൽ നിന്ന് അടുത്ത് ഹാൻഡ് ഓഫിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡൈനാമിക് ഇൻഫർമേഷൻ VLR MSCയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അടുത്ത കോർഡിനേറ്റ്സ് ഓൾ ദി ആക്ടിവിറ്റീസ് ഓഫ് ബേസ് സ്റ്റേഷൻ ആൻഡ് കണക്ട് ദി എൻ്റയർ സെല്ലുലാർ സിസ്റ്റം ടു PSTN നും വരും. പക്ഷേ മൊബൈൽ ടു മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഇവിടെ PSTN ആവശ്യം വരുന്നില്ല. സോ എന്തായാലും ഓപ്ഷൻ ഡി തന്നെ നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് എടുക്കാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 97. ഇൻ GSM ഡാഷ് ഇസ് യൂസ് ടു സെപ്പറേറ്റ് അപ്ലിങ്ക് ആൻഡ് ഡൗൺലിങ്ക്. എന്താണ് അപ്ലിങ്കും ഡൗൺലിങ്കും തമ്മിൽ ഫ്രീക്വൻസി ഡിവിഷൻ ഡ്യൂപ്ലെക്സിംഗ് വഴിയാണ് GSMൽ സെപ്പറേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. So suppose there are n cells in a cellular system and each cell is allocated. മൊത്തത്തിൽ n cells ഉണ്ട് and each cell ഓരോ സെല്ലും allocated k channel. The total number of available channel എന്തായിരിക്കും? Total number of available channel S ആണെങ്കിൽ S is equal to n into k ആയിരിക്കും അല്ലേ. ഒരു n cells ഉണ്ട്, അതിൽ ഒരു സെല്ലിൽ k എന്താ ചാനൽസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ n സെൽസിൽ എത്ര ചാനൽസ് ഉണ്ടാവും? n into k ചാനൽസ് ഉണ്ടാവും. അതായിരിക്കും നമ്മുടെ ടോട്ടൽ ചാനൽ എന്ന് പറയുന്നത്, S എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കാര്യത്തിൽ ഡൗട്ട് ഉണ്ട്, മിക്കവാറും PSC ക്യാൻസൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടല്ല എഴുതിയിരിക്കുന്നത്, ഈക്വൽ ടു എന്ന് പറഞ്ഞ് മൈനസ് ആയിട്ടേക്കുന്നത് അല്ലേ. Question number 99. Before a subscriber can use any service from GSM network, he must be authenticated. This authentication is based on SIM ആണ്. സിം യൂസ് ചെയ്തിട്ടാണ്. സിം ഇൻസേർട്ട് ചെയ്താൽ മാത്രമേ എന്ത് സർവീസും GSM നെറ്റ്വർക്കിൽ നിന്ന് കിട്ടത്തുള്ളൂ. സോ സിം ആണ് ആൻസർ. നിയർ ഫാർ ഇഫക്റ്റ് ഇസ് എ സിവിയർ പ്രോബ്ലം ഇൻ വയർലെസ് നെറ്റ്വർക്ക് യൂസിങ് CDMAയിലാണ് നിയർ ഫാർ പ്രോബ്ലം കൂടുതലായിട്ടുണ്ടാവുക. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ നമ്മളൊരു 100 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. ഒരു 2-3 ക്വസ്റ്റ്യൻസിൻ്റെ കാര്യത്തിൽ ഡൗട്ട് ഉണ്ട്. നമ്മൾ PSCയുടെ ഫൈനൽ കീ വന്നതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഒന്നുകിൽ ഞാനിതിൻ്റെ വീഡിയോയുടെ കമൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇട്ടുതരാം. ഓക്കെ. സോ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ള കാര്യവും ഈ വീഡിയോൻ്റെ അണ്ടറിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഓൾ. നമുക്ക് പുതിയ ചെറിയ വീഡിയോസ് ചെയ്യാം. എല്ലാ ദിവസവും ഓരോ വീഡിയോസ് ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം. സോ ഇനി നമുക്ക് ഡെമോൺസ്ട്രേറ്ററിൻ്റെയും അതുപോലെ തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഉണ്ട്. പിന്നെ അസിസ്റ്റന്റ് പ്രൊഫസറിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ വരും എന്നൊക്കെ PSCയുടെ നമ്മുടെ ഡിസംബറിൽ ചേർന്ന യോഗ തീരുമാനത്തിൻ്റെ ആ ഒരു മീറ്റിങ്ങിൻ്റെ റിപ്പോർട്ടിലൊക്കെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ജനുവരിയിൽ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസറിൻ്റെ നോട്ടിഫിക്കേഷൻ വരും എന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ ഇലക്ട്രോണിക്സിന് കുറച്ചധികം ഒരു 3-4 എക്സാംസ് ഇനി വരുന്നുണ്ട്. സോ നിങ്ങൾ കണ്ടിന്യൂസ് ഒരു എക്സാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ മതിയാക്കാണ്ട് ഇതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് വെച്ചുകൊണ്ട് അടുത്ത ഓരോ എക്സാമിനും പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കൊരു ബേസ് ഉണ്ടാവും. ഇനി ആ ഒരു ബേസിനെ നന്നായിട്ട് മോഡിഫൈ ചെയ്ത് ഒരു ഹയർ ലെവലിലേക്ക് പോവുക. ഓക്കെ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ.